ലളിതമായ ഒരു വീടിന്റെ അന്തരീക്ഷം. കുറച്ച് മൺപാത്രങ്ങൾ വശത്തായുണ്ട്. ഉണ്ണിക്കണ്ണൻ നിലത്തിരിക്കുന്നു. അവന്റെ കൈകൾ മുഴുവൻ വെണ്ണയാണ്. ഒരു പാത്രത്തിൽ നിന്ന് സന്തോഷത്തോടെ വെണ്ണ കഴിക്കുന്നു. ശബ്ദം കേട്ട് ഓടി വരുന്ന യശോദ അമ്മ കാണുന്നത് കള്ളച്ചിരിയോടെ വെണ്ണ നുണയുന്ന കണ്ണനെയാണ്. കണ്ണാ, വീണ്ടും വെണ്ണ മോഷ്ടിച്ചോ? നിന്നെ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മേ, ഞാൻ മോഷ്ടിച്ചതല്ല, വെണ്ണ എന്നെ തേടി വന്നതാണ്. എന്റെ കണ്ണാ, നിന്നെ പറഞ്ഞു ജയിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ കണ്ണാ? ഇന്ന് നിന്റെ ജന്മദിനമാണ്. അമ്മയുടെ ഉണ്ണിക്ക് 1000 ജന്മദിനാശംസകൾ. രണ്ട് ഗോപികമാർ വെണ്ണ നിറഞ്ഞ മൺകുടങ്ങളുമായി പോകുകയായിരുന്നു. കണ്ണന്റെ കുസൃതി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും ഗോപിമാർക്ക്. കണ്ണൻ ഓടി വന്ന് ഗോപികമാരുടെ കൈകളിലെ പാത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. മൺകുടം തിരിച്ചു തരൂ കണ്ണാ. പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എനിക്കും കൂട്ടുകാർക്കുമുള്ള പങ്ക് തന്നാൽ തിരിച്ചു തരാം. പങ്ക് വെക്കുമ്പോഴാണല്ലോ മാധുര്യം കൂടുന്നത്. ഓ കണ്ണാ, നീയാണ് വൃന്ദാവനത്തിലെ ഏറ്റവും വലിയ കുറുമ്പൻ. കണ്ണൻ ചിരിച്ചുകൊണ്ട് പാത്രം അവർക്ക് തിരികെ നൽകുന്നു. ശാന്തമായ ഒരു തുറന്ന സ്ഥലം. കണ്ണൻ ഇരിക്കുന്നു. സുദാമാവ് ലളിതവും എളിമയുമുള്ള രൂപത്തിൽ ഒരു ചെറിയ തുണിസഞ്ചിയുമായി കടന്നു വരുന്നു. സുദാമാവ് ലജ്ജയോടെ കണ്ണന്റെ അടുത്തേക്ക് വരുന്നു. കൃഷ്ണ, ഒരു അവിൽപ്പൊതി മാത്രമേ ഞാൻ നിനക്കായി കൊണ്ടുവന്നിട്ടുള്ളൂ. സുദാമ, നിന്റെ സ്നേഹമാണ് ഏറ്റവും മധുരമുള്ള സമ്മാനം. ഈ അവൽ സ്വർണത്തെക്കാളും വിലയേറിയതാണ്. കണ്ണൻ സുദാമാവിനെ കെട്ടിപ്പിടിക്കുന്നു. ജന്മാഷ്ടമി ദിനത്തിൽ നമ്മൾ സ്നേഹവും സന്തോഷവും വിവേകവും നിറഞ്ഞ കണ്ണനെ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുസൃതിയും ദയയും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.